ഏവർക്കും സുപ്രഭാതം. മനുഷ്യൻ സംശയത്തിന്റെ നിഴലിലൂടെ പോകുന്നവനാണ്. പല കാര്യങ്ങളും വിശ്വസിക്കുവാൻ അവന് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകാൽ ആളുകൾ പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കാതെ ആളുകൾ മുന്നോട്ട് ജീവിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം സംസാരിച്ചപ്പോൾ പോലും തന്റെ ജനമായ ഇസ്രായേൽ മക്കൾ മനുഷ്യരുടെ അതേ സ്വഭാവത്തിൽ തന്നെയാ പോയത്. മാനുഷിക വാക്കുകളല്ല, ദൈവിക വാക്കുകൾക്ക് പോലും അവർ സംശയമുള്ളവരായിട്ട് തീർന്നിട്ടുണ്ട്. നിരവധി അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്നും കണ്ടിട്ടുള്ള ആ ജനം വീണ്ടും ദൈവത്തോട് പറഞ്ഞു, ഭൂമിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉണ്ടാക്കിയത്. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വെള്ളം തരുവാൻ ദൈവത്തിന് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അവർ ചോദിപ്പാൻ ഇടയായിട്ട് തീർന്നു. സംശയത്തിന്റെ നിഴലിൽ അവർ ജീവിച്ചത്. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് ദൈവം കഴിയുമെന്നല്ല പറഞ്ഞത്, മറിച്ച് അവർക്ക് വേണ്ടുന്ന, അവരാഗ്രഹിച്ചത്, അവരുടെ പരിഭവവും പരാതിയും എന്തായിരുന്നുവോ അതവർക്ക് നൽകി, ഉത്തരം നൽകിക്കൊണ്ടാണ് ദൈവം അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തത്. അതേ പ്രിയപ്പെട്ടവരെ, അവർ ഭക്ഷണം തരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ശക്തിമാന്മാരുടെ ഭക്ഷണം അവർക്ക് നൽകി. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, നീണ്ട മരുഭൂമിയുടെ ദീർഘമായ കാലഘട്ടം. എന്തിന്? വാഗ്ദത്ത ദേശത്ത് ചെന്ന് കയറുന്നത് വരെയും ഒരു ദിവസം പോലും കുറവില്ലാതെ എല്ലാ പ്രഭാതത്തിലും അവർക്ക് നൽകിയത് ദൈവത്തിന്റെ ദൂതന്മാർ കഴിക്കുന്ന ഭക്ഷണമായ ശക്തിമാന്മാരുടെ ഭക്ഷണമായിരുന്നു. അതെ, ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും നമ്മുടെ ആവശ്യങ്ങളെ കൂടെ ഇരുന്ന് പുലർത്തുന്നവനുമാണ്. ഈ ബലത്തോടെ ഇന്ന് പകലിൽ ജീവിപ്പാനിടയായിട്ട് തീരട്ടെ.